നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ സയ്യിദിനാന്ന് ചേർക്കണോ ചേർക്കണ്ടേ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ആ പദങ്ങളോടുള്ള ബഹുമാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ സയ്യിദിനാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വലിയ തകരാറുണ്ടായിട്ടൊന്നുമല്ല. എന്താ ഈ സയ്യിദിനാ എന്ന് പറഞ്ഞാൽ നമ്മളെ നേതാവ്, അള്ളാഹിൻ്റെ റസൂല് നമ്മളെ നേതാവ് തന്നെയല്ലേ, അവിടുന്ന് പറഞ്ഞതല്ലേ, അന സയ്യിദു വുൽദി ആദം, ആദം മക്കളുടെ മുഴുവൻ നേതാവാണ് ഞാൻ. ആദം മക്കളുടെ മുഴുവൻ നേതാവ് നബിതങ്ങൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ നമസ്കാരത്തിൽ നമ്മൾ നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്തിനെ ചോദിക്കുമ്പോൾ സയ്യിദിനാണ് നമ്മൾ കൂട്ടാതിരിക്കലാ നല്ലതെന്ന്. കാരണം അത് നല്ലതാണെങ്കിൽ വലവുക്കാന ഖൈറൻ, അത് നല്ലതായിരുന്നുവെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചു തരും. ഞാൻ അള്ളാഹിൻ്റെ റസൂൽ ഇപ്പം എങ്ങനെ സ്വന്തം സയ്യിദിനാന്നൊക്കെ പറയാം? എന്നാൽ സഹാബത്തല്ലേ നബിതങ്ങളോട് ഏറ്റവും ഇഷ്ടമുള്ളവർ, അവരാരെങ്കിലും അങ്ങനെ ചൊല്ലിയോ? ചൊല്ലിയിട്ടില്ല. ഇനി ഇമാമിങ്ങൾ നോക്കൂ, അവരാരെങ്കിലും അങ്ങനെ ചൊല്ലിയോ? ഇല്ല. അതുകൊണ്ട് നിസ്കാരത്തിൽ സയ്യിദിന ചില ആൾക്കാർ വലിയ കംപ്ലൈന്റ് ആയിട്ട് പറയാറുണ്ട്. എന്ത്? ഓ കണ്ടോ, ഇവര് അള്ളാഹിന്റെ റസൂലിനെ സയ്യിദായിട്ട് അംഗീകരിക്കുന്നില്ല, നബിതങ്ങളെ ഇവരൊരു സാധാരണ മുഹമ്മദായിട്ടാ കാണുന്നത്, അതുകൊണ്ടാണ് ഇവരുടെ നിസ്കാരത്തിൽ സയ്യിദിനെ പറയാൻ പാടില്ല എന്നാണ് ഇവരുടെ വാദം. തെറ്റിദ്ധരിപ്പിക്കണത്. നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ സയ്യിദിന എന്ന് ചേർക്കാത്തത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിരുന്ന ഒരു രൂപത്തിലും സയ്യിദിന എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നബിതങ്ങൾ പഠിപ്പിച്ച പദങ്ങൾ തന്നെ ചൊല്ലലാണ് വേണ്ടത്. അതാണ് നിസ്കാരത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന രീതി. അല്ലാതെ അള്ളാഹിൻ്റെ റസൂല് സയ്യിദല്ലാത്തതുകൊണ്ടല്ല. അപ്പൊ അള്ളാഹിന്റെ റസൂൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്നല്ലേ, ഹബീബും അല്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ. എന്നാൽ ഞാൻ അത്തഹിയ്യാത്ത് ചൊല്ലുമ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ചൊല്ലൂടെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ ഹബീബിനാ. പിന്നെ അള്ളാഹിന്റെ റസൂൽ നാളെ പരലോകത്ത് ഷഫീഅല്ലേ, ശുപാർശക്കാരനല്ലേ, അള്ളാഹുവിന്റെ പ്രത്യേകമായ മഖാമുൻ മഹ്മൂദ് എന്ന ഉന്നതമായ പദവി കിട്ടുന്നയാളല്ലേ. അപ്പൊ നമ്മൾ ഇനി ഇതുകൂടി ചേർക്കുക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ ഹബീബിനാ വ ഷഫീഇനാ മുഹമ്മദിൻ, ഇതൊക്കെ കൂടി ഇങ്ങനെ ചേർക്കാൻ പറ്റുമോ? ഇതൊക്കെ കൂടി ചേർക്കാൻ പറ്റുമോ ഈ പറയുന്നവർക്ക്? പോകട്ടെ, ഈ പറയുന്ന നമ്മൾ സയ്യിദിനാന്ന് നിസ്കാരത്തിൽ പറയുന്നില്ല, നബിതങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, അള്ളാഹിന്റെ റസൂലിനെ നേതാവായി അംഗീകരിക്കാത്തത് കൊണ്ട് എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്ന മുസ്ലിയാക്കന്മാർ, അവരുടെയൊക്കെ പള്ളികളിൽ നിന്ന് അവർ മുക്രിക്കാക്ക, അതുപോലെ തന്നെ മുഅദ്ദിന് ബാങ്ക് വിളിക്കലെങ്ങനെ, ഇഖാമത്ത് വിളിക്കലെങ്ങനെ? അശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണോ? അല്ല, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇഖാമത്തിലും അങ്ങനെ തന്നെ പറയല്ലേ, സയ്യിദിനാന്ന് കൂട്ടാറില്ല. എന്താ അവിടെ കൂട്ടാത്തത്? എന്താ ബാങ്കിൽ അത് കൂട്ടാത്തത്? എന്താ ഇഖാമത്തിൽ അത് കൂട്ടാത്തത്? എന്താ നിങ്ങൾ നിസ്കാരത്തിൽ മാത്രം സ്വലാത്തിലും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് ചൊല്ലണം എന്ന് പറയുന്നത്? അപ്പൊ അതിലൊന്നും ഒരു അർത്ഥമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം അള്ളാഹിൻ്റെ റസൂല് സയ്യിദാണ് എന്ന് അംഗീകരിക്കായികയല്ല. അങ്ങനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കൽ ജനങ്ങളോട്. സയ്യിദിനാ എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ് അർത്ഥം. അത് പറയുന്നത് മുജാഹിദിന് അലർജിയാണ്. അള്ളാഹിൻ്റെ റസൂലിനെ സയ്യിദായിട്ട് അവർ കാണുന്നില്ല, കേവലം സാധാരണ മനുഷ്യനായിട്ടാണ് കാണുന്നത് എന്നാണ്. അള്ളാഹിൻ്റെ റസൂൽ നമ്മളെപ്പോലെ തന്നെയാണ്, യാതൊരു പ്രത്യേകതയുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം എന്നാണ് ഇവർ സാധാരണയായിട്ട് ദുരാരോപണം ഉന്നയിക്കാറുള്ളത്. അങ്ങനെ ഒരു മനുഷ്യൻ പറയുമോ? അവൻ പറയാൻ പാടുണ്ടോ? പറഞ്ഞാൽ ഇസ്ലാമിൽ അവന് സ്ഥാനമുണ്ടോ? എത്ര തെറ്റിദ്ധരിപ്പിക്കലാണ് നടത്താറുള്ളത്. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിസ്കാരത്തിൽ ഈ സ്വലാത്തിൻ്റെ രൂപത്തിൽ സയ്യിദിനാന്ന് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് നബി സ്വഹാബത്തൊന്നും നമുക്കങ്ങനെ കാണിച്ചു തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ അത്തരം ഘട്ടങ്ങളിൽ അങ്ങനെ നമ്മൾ ചൊല്ലാതെ ആ ഹദീസുകളിൽ വന്നിട്ടുള്ള പദങ്ങൾ ഏതാണോ ആ പദങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് അത് തന്നെ നിർവഹിക്കലാണ് നമ്മൾ വേണ്ടത് എന്നുള്ളതാണ് ഇതിനോട് ചേർത്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്.